ഹായ് ഫ്രണ്ട്സ്, അച്ചൂസ് ഇലക്ട്രിക്കൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ സുഹൃത്തിൻ്റെ റൂമിൽ ചെയ്ത ഇൻറ്റീരിയർ വർക്കുകളും അതിലെ ലൈറ്റ് ഫിറ്റിങ്സുമാണ് കാണിക്കാൻ പോകുന്നത്. എൻ്റെ വീഡിയോസ് ആദ്യമായി നിങ്ങൾ കാണുന്നതെങ്കിൽ അച്ചൂസ് ഇലക്ട്രിക്കൽസ് എന്ന ഈ പേജ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തുടർന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളെ വർക്കിന് ആവശ്യമായ മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി എത്തിയിരിക്കുന്നത് വേങ്ങരയിലെ ബ്ലൂം ലൈറ്റിംഗ് എന്ന ഷോപ്പിലാണ്. ഫാൻസി ലൈറ്റുകളുടെ ഒരു വമ്പൻ ശേഖരം തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമായത് 3 വാട്ട്സിൻ്റെ ഒരു LED സ്പോട്ട് ലൈറ്റ്, അതുപോലെ തന്നെ 6 വാട്ടിൻ്റെ LED പാനലുകൾ, പിന്നെ പ്രൊഫൈൽ ലൈറ്റിൻ്റെ LED സ്ട്രിപ്പുകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ നമ്മളെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് നമുക്ക് ആവശ്യമായ ലൈറ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൈറ്റിലെത്തി നമ്മളെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് 6 വാട്ടിൻ്റെ 4 പാനൽ ലൈറ്റുകളാണുള്ളത്. സ്ക്വയർ ടൈപ്പുള്ള 4 പാനൽ ലൈറ്റുകളാണുള്ളത്. 4 റൂമിൻ്റെ 4 കോർണറുള്ള സെൻറ്റർ ഭാഗത്തായിട്ടാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് തന്നെയാണ് ലൈറ്റുകളൊക്കെ കട്ട് ചെയ്യുന്നത്. ലൈറ്റ് കട്ടിങ്ങിനും ലൈറ്റ് ഫിറ്റിങ്ങിൻ്റെ വീഡിയോ ഒക്കെ മുന്നേ നമ്മളൊരു വേറെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ആ വീഡിയോ ഒന്ന് കാണാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പാനൽ ലൈറ്റിങ്ങിൻ്റെ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് കോവലൈറ്റ് ചെയ്യാണ്ട്, അതുപോലെ തന്നെ മിററിന് ബാക്കിൽ പ്രൊഫൈൽ ലൈറ്റ് ചെയ്യാണ്ട്. പിന്നെ ഈ റൂമിൻ്റെ സെൻറ്റർ മൊത്തം ഇൻറ്റീരിയറും കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്തിട്ടുള്ളത്. ജിപ്സം വർക്കും അതുപോലെ തന്നെ സെൻറ്റർ ഭാഗത്ത് വരുന്ന പ്രൊഫൈൽ ലൈറ്റ് വർക്കൊക്കെ നമ്മൾ മുന്നേ യൂട്യൂബിൽ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ആവശ്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. കോവലൈറ്റിന് വേണ്ടിയുള്ള LED സ്ട്രിപ്പ് ഒട്ടിക്കുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ 3/4 ഇഞ്ചിൻ്റെ ചാനൽ പൈപ്പിലാണ് ഇത് ഒട്ടിക്കുന്നത്. മീറ്ററിൽ 60 LEDകളുള്ള സ്ട്രിപ്പാണ് നമ്മൾ കോവലൈറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ 5 ആമ്പിയറിൻ്റെ ഡ്രൈവാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് മാക്സിമം ഒരു 10 മീറ്ററിൽ താഴെ മാത്രമേ കോവലൈറ്റ് അതിൻ്റെ ലെങ്ത് വരുന്നുള്ളൂ. നമ്മൾ 5 ആമ്പിയറിൻ്റെ ഡ്രൈവാണ് ഇതിന് ഉപയോഗിക്കുന്നത്. LED സ്ട്രിപ്പുകളുടെ ഏതൊക്കെ തരം LED സ്ട്രിപ്പുകളുണ്ട്, അതുപോലെ തന്നെ അതിന് ഉപയോഗിക്കുന്ന ചോക്കുകൾ SMPSകൾ ഏതൊക്കെ ആമ്പിയറാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ പറ്റി വിശദമായിട്ട് നമ്മൾ വീഡിയോ പിന്നീട് വേറെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ നമുക്ക് ആ വീഡിയോ ഉടനെ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മളെ കോവലൈറ്റിൻ്റെ വർക്ക് ഏകദേശം ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ബാക്കി വന്ന ഭാഗം നമ്മളിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തതായി ഈ റൂം ചെയ്യാനുള്ള വർക്ക് നമ്മൾ ഈ അലമാരൻ്റെ മിററിൻ്റെ ബാക്ക് ഭാഗത്ത് നമുക്കൊരു പ്രൊഫൈൽ ലൈറ്റിങ്ങും, അതുപോലെ തന്നെ മിററിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊരു സ്പോട്ട് ലൈറ്റും നമ്മൾ സെലക്ട് ചെയ്ത് വാങ്ങിയ 3 വാട്ട്സിൻ്റെ സ്പോട്ട് ലൈറ്റും കൂടി ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. മുന്നേ ഇവിടുത്തെ സ്വിച്ച് ബോർഡും കാര്യങ്ങളും നമ്മൾ നേരെ താഴോട്ട് മാറ്റിയതാണ്. സ്വിച്ച് ബോർഡ് വരുന്ന ഭാഗത്താണ് ഈ മിറർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ നേരെ താഴോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റിങ്ങിന് വേണ്ടി നമ്മൾ 240 LED സ്ട്രിപ്പാണ് ഉപയോഗിക്കുന്നത്. ഡോട്ടുകളും കാര്യങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ 240യുടെ LED സ്ട്രിപ്പാണ് ഉപയോഗിക്കുന്നത്. ഒരു 5 മീറ്ററിൽ താഴെയാണ് ഈ പ്രൊഫൈൽ ലൈറ്റ് വരുന്നത്. ഓപ്പൺ ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കൺസീലും കാര്യങ്ങളും എല്ലാം മിററിൻ്റെ ബാക്ക് സൈഡ് ആയതുകൊണ്ട് തന്നെ ഇത് ഓപ്പൺ ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 5 ആമ്പിയറിൻ്റെ SMPS ആണ് നമ്മൾ ഈ പ്രൊഫൈൽ ലൈറ്റിൻ്റെ കൊടുക്കുന്നത്. ഏകദേശം 3.5 മീറ്ററോളമാണ് അതിൻ്റെ ലെങ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ 5 ആമ്പിയറിൻ്റെ ഡ്രൈവ് ഇതിന് മതിയാവും. അങ്ങനെ നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ് നേരെ തിരിച്ചെടുത്ത് വെച്ചുകൊണ്ട് നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മിററിൻ്റെ കറക്റ്റ് എച്ചിങ്ങിലൂടെയാണ് നമുക്ക് ലൈറ്റ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ ഫൈനൽ റിസൾട്ട് ഇതാണ്.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, താങ്ക് യു.